പ്ലീസ് ലോഡ് ദൈവമക്കളെ, എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ജൂലൈ മാസം എല്ലാവർക്കും നേരുന്നു. അതിന് ഞാൻ അവനോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ ഒരു വാക്യമാണിത്. ദൈവമക്കളെ, ഈ ജൂലൈ മാസത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെ ആഴമായി അറിഞ്ഞ് ദൈവവേലയിൽ നമ്മളെല്ലാവരും എരിവുള്ളവരായിരിക്കണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വേലയിൽ നമുക്ക് എരിവുള്ളവരായിരിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ കാര്യങ്ങളെല്ലാം കർത്താവ് ക്രമീകരിക്കണമെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ മുന്നമേ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി അവൻ കരുതാതിരിക്കുമോ? അവൻ പ്രവർത്തിക്കാതിരിക്കുമോ? ഇന്ന് പകൽക്കാലത്തിൽ ഈ ജൂലൈ മാസം 1-ാം തീയതി എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ ആഹ്വാനം നാം ഓരോരുത്തരും അറിയണം. ജ്ഞാനം എവിടെ നിന്ന് കിട്ടും? വിവേകത്തിൻ്റെ ഉത്ഭവം എവിടെയെന്ന്. അതിൻ്റെ വില മനുഷ്യൻ അറിയുന്നുണ്ടോ? ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരും എഴുന്നേൽക്കുമ്പോൾ സഭ പണിയപ്പെടും, പാതാള ഗോപുരം ജയിക്കുകയില്ല. ഓരോ എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്. ദൈവനാമം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും. എല്ലാം ഒന്നും എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മളെ ഓരോരുത്തരെയും ദൈവമാക്കി വെച്ചിരിക്കുന്നത് യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യത്തിൽ പറയുന്നു, പവിഴത്തിൻ്റെയും പളുങ്കിൻ്റെയും പേർ മിണ്ടുകയേ വേണ്ട, ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. കൂശിലെ പുഷ്പരാഗം അതിനോടൊക്കുന്നില്ല, തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാവുന്നതുമല്ല. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവം എവിടെ? അത് സകല ജീവികളെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു, ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അതിൻ്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. ദൈവം അതിൻ്റെ വഴി അറിയുന്നു, അതിൻ്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട്. അവൻ ഭൂമിയുടെ അറ്റങ്ങളോളം നോക്കുന്നു, ആകാശത്തിൻ്റെ കീഴിലൊക്കെയും കാണുന്നു. അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവൻ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിന് ഒരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവനത് കണ്ടു വർണ്ണിക്കുകയും അത് സ്ഥാപിച്ച് പരിശോധിക്കുകയും ചെയ്തു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്നവൻ തന്നെ വിവേകമെന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നു. ദൈവ ഇഷ്ടം അറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അന്ധകാരത്തിലിരിക്കുന്ന ജനത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ച് വേർതിരിച്ചത്. When God is for us, who can be against us? ഓരോ ദൈവമക്കളും എഴുന്നേറ്റാൽ സഭ പണി. ഈ ജൂലൈ മാസത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിനൊരു അനുഗ്രഹമായി മാറണം. ദൈവത്തിൻ്റെ പ്രിയ മക്കളാണെന്ന് നമ്മളെ അറിയിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടം അനുഭവിച്ചു കൊണ്ട് തന്നെ. റോമാലേഖനത്തിൻ്റെ 8-ാം വാക്യത്തിൽ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് രാത്രികാലത്തിൽ നമ്മളോട് സംസാരിച്ചതാണ്. ഹല്ലേലൂയ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ നമ്മളെയും ചിലപ്പോൾ പൊള്ളലൊക്കെ ഏൽക്കും. പക്ഷെ എന്നാലും നമ്മുടെ ചില നിന്ദ വന്നാലും കുഴപ്പമൊന്നുമില്ല. ചിലരെ ചില ബോണ്ടേജസിൽ നിന്നും, ചില പെട്ടുകിടക്കുന്ന കുഴിയിൽ നിന്നുമൊക്കെ ചിലരെ വിടുവിക്കണം. ഇത് അന്ത്യകാലമാണ്. പാസ്റ്ററമ്മയ്ക്ക് ഒരു ചെറുക്കനോട് സ്നേഹം തോന്നും, ഒരു ചെറുക്കന് പാസ്റ്ററമ്മയോട് സ്നേഹം തോന്നും. വല്ലാത്തൊരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ, ദൈവഭയത്തിൽ ഓരോരുത്തരും ദൈവവേല ചെയ്യുവാൻ കർത്താവ് ഇന്ന് ജൂലൈ മാസത്തിൽ എല്ലാവരെയും വിളിക്കുകയാണ്. നെവർ നെവർ ഗീവ് അപ്പ്, നെവർ നെവർ ഗീവ് അപ്പ്. ഹല്ലേലൂയ. ബന്ധനത്തിലിരിക്കുന്ന സകല കുഞ്ഞുങ്ങളും സഭകളിൽ നിന്നും ആത്മാവിനാൽ നിറയപ്പെട്ട് അവർ എഴുന്നേൽക്കട്ടെ, അവർ പ്രകാശമായി മാറട്ടെ. ദൈവം വിളിച്ചിട്ട്, ദൈവം അയച്ചിട്ട് ഒരു പ്രവാചകൻ ദേശത്ത് വന്നെന്നാ. ചുമ്മാതെ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് വായി നോക്കി നടന്നിട്ട് പലരെയും വിളിച്ച് ഇങ്ങോട്ട് വന്നേച്ച് നിങ്ങൾ നോക്കുന്നു പറയുന്ന ഒരു സഭയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവസഭ എഴുന്നേൽക്കണം, ദൈവസഭ ഭയത്തിൽ മുന്നോട്ട് പോകണം, ദൈവസഭ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തന്നെ മാറണം. ഈ ജൂലൈ മാസം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. അതിന് നമ്മളെ സഹായിക്കുന്നത് വചനധ്യാനവും അന്യഭാഷകളിലുള്ള പ്രാർത്ഥനയുമാണ്. വചനധ്യാനത്തിൽ ഇപ്രകാരം പറയുന്നു, സങ്കീർത്തനം 17 പറയുന്നു, ദുഷ്ടന്റെ വഴികളെ അകന്നിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളത്തിലുണ്ടായിരിക്കണം. ദുഷ്ടൻ എന്തുവാണ്? ദുഷ്ടൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ദുഷ്ടൻ. അത് തന്നെ നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യരോട് അരുളി ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം. ഫോഷ്ക്ക് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ദൈവഭയത്തോടുകൂടി ചെയ്യാൻ അറിയത്തില്ല. ജ്ഞാനമില്ലാതെ, വിവേകമില്ലാതെ ദൈവമക്കളുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് കോനാമ്പിച്ച് കാണിക്കുന്ന ചിലരെയോട് ദൈവാത്മാവ് ഇന്ന് പറയാണ്, നിങ്ങളുടെ മേൽ ദൈവഭയം വരട്ടെ എന്ന്.
യോബിന്റെ പുസ്തകം 28 വ്യക്തമായി പറയുന്നു, അന്യഭാഷകളിൽ തന്നെ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കണം. അരമണിക്കൂർ വൺ സ്ട്രെച്ച് അന്യഭാഷയെ പ്രാർത്ഥിച്ചേ മതിയാവുകയുള്ളൂ. വചന ധ്യാനം നിങ്ങൾ ധ്യാനിക്കണം, നിങ്ങൾ എഴുതിയെടുക്കണം, അത് ഗ്രഹിക്കണം, അത് ജീവിതത്തിൽ യൂട്ടിലൈസ് ചെയ്യണം. ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ, ആ വചനം നിങ്ങളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഓരോ അവസ്ഥകളിലൂടെ നിങ്ങളെ കൊണ്ടുപോകും. അത് ചെത്തലാണ്. ആ വചനം നിങ്ങൾ റേമയായി നിങ്ങളുടെ അകത്തേക്ക് കയറുന്നതാണ്. നെവർ ഗീവ് അപ്പ് ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ സകല തന്ത്രങ്ങളെയും ജയിക്കണമെങ്കിൽ യോബിന്റെ പുസ്തകം 28 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ എല്ലാ ദൈവവേല ചെയ്യുന്ന പ്രത്യേകിച്ച് പാസ്റ്റർമ്മമാരെ വായിക്കണം. പാസ്റ്റർമ്മമാർ എഴുന്നേറ്റേ മതിയാവുകയുള്ളൂ. അന്ത്യകാലത്തില് സുബോധത്തിന്റെ ആത്മാവ് പാസ്റ്റർമ്മമാരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവേല ചെയ്യുന്ന സകലരുടെ മേലും ദൈവഭയം വ്യാപരിക്കണം. വചനം വായിക്കണം. ദൈവം എന്താണ് ക്രിസ്തുവിൽ നമ്മളിലൂടെ ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലാക്കണം. ഹല്ലേലൂയ. ജോലി ചെയ്തുകൊണ്ട് എൻ്റെ മോൻ അമേരിക്കയിൽ ലണ്ടനും പോയി ദൈവവേല ചെയ്യണമെന്ന് വചനം എഴുതിയിട്ടില്ല. പുതിയ നിയമത്തിൽ ജോലിയെ കുറിച്ചല്ല പറയുന്നത്. പുതിയ നിയമത്തിൽ ആത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ്. നിന്റെ മകൻ എത്ര പേരുടെ സുവിശേഷം പറഞ്ഞു? നിന്റെ മകൻ എത്ര പ്രാവശ്യം, എത്ര മണിക്കൂർ നിന്റെ മകൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു? നാട്ടിൽ നിന്ന് കുറെ പാസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ദൈവവേല ചെയ്യിക്കുന്നതല്ല സുവിശേഷ വേല. ഇറ്റ് ഈസ് ഇല്ലീഗൽ. ദിസ് ഇസ് ഔട്ട് ഓഫ് വേർഡ് ഓഫ് ഗോഡ്. ദൈവമക്കളെ എഴുന്നേൽക്കുക. സഭ പണിയപ്പെടട്ടെ. ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കരുത്. വിധവയുടെ കോയിൻ അറിയാമല്ലോ. വിധവ ഇല്ലായ്മയിൽ നിന്നാണ് ഇട്ടത്. ആർ യു റെഡി? നിന്റെ ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണോ? നിന്റെ ഉള്ളതിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതിനെ കുറിച്ചല്ല ദൈവം പറഞ്ഞത്. ഓരോ സഭകളും കർത്താവിന്റെ നാമം. അതുകൊണ്ടാണ് കർത്താവ് കാല് കഴുകിയത്. കാരണം താഴ്ന്നു വരണം. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ PhD, നമ്മുടെ ഡോക്ടറേറ്റ്, നമ്മുടെ എഞ്ചിനീയറിംഗ്, ഇതൊക്കെയാണ് ദൈവത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത്. കാരണം ലോകസ്നേഹം, ലോകത്തിന്റെ ജ്ഞാനം കൂടുന്തോടും ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ അകന്നു പോവുകയാണ്. വളരെ ജ്ഞാനത്തോട് ദൈവഭയത്തോട് സഭ എഴുന്നേൽക്കട്ടെ. അല്ലാതെ കുടുംബക്കാർ പറയുന്നതിനനുസരിച്ച് സഭ പോകാനിരിക്കുന്നതല്ല. ദൈവമക്കൾ എഴുന്നേറ്റേ മതിയാവുകയുള്ളൂ. ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാകുന്നു, അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അതിലെ പാറകൾ നീലരക്തത്തിന്റെ ഉൽപ്പത്തി സ്ഥാനം കനകപ്പൊടിയും അതിലുണ്ട്. അതിന്റെ പാത കഴുകനറിയുന്നില്ല, പരുന്തിന്റെ കണ്ണ് അതിനെ കണ്ടിട്ടുമില്ല. പുളച്ച കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിയിട്ടില്ല, ഘോരസിംഹം അതിലെ നടന്നിട്ടുമില്ല. അവർ തീക്കൽ പാറയിലേക്ക് കൈനീട്ടുന്നു, പർവ്വതങ്ങളെ അവർ നേരോടെ മറിച്ചു കളയുന്നു. അവർ പാറകളുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു. അവരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളെയൊക്കെയും കാണുന്നു. അവർ നീരൊഴുക്കുകളെ ചേരാതവണ്ണം അടച്ചു നിർത്തുന്നു. ഗുപ്തമായിരിക്കുന്നത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? വിവേകത്തിന്റെ ഉത്ഭവം എവിടെ? അതിന്റെ വില മനുഷ്യൻ അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് കാൽവറിലെ ക്രൂശിൽ പോയത് ഭയങ്കര അങ്ങ് കർത്താവിന്റെ കഷ്ടം അനുഭവിക്കാതെ സുഖിച്ചിരുന്ന് ദൈവവേല ചെയ്യുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ളവരോടാണ് ഈ മെസ്സേജ് ഞാൻ കൺവേ ചെയ്യുന്നത്. ഹല്ലേലൂയ. നിങ്ങളോട് പറയണേ, കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. എന്താണ് ജ്ഞാനം? കർത്താവിനോടുള്ള ഭക്തി വരുമ്പോൾ നീ ചെയ്യുന്ന കുറവുകൾ, നീ ചെയ്യുന്ന തെറ്റുകൾ, നീ സംസാരിക്കുന്നത് ഓരോന്നും മാക്സിമം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വേദനകൾ തരുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് തന്നെ എടുത്ത് പറയുന്നത്. ഹല്ലേലൂയ. ദൈവസഭ എഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നു. ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം. ഇവർക്കൊക്കെയും ഈ ജനത്തിന് ദൈവമക്കൾക്ക് എല്ലാവർക്കും, ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും ദൈവജ്ഞാനവും ദൈവത്തിന്റെ വിവേകവും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് മന്ത് ഓഫ് ജൂലൈ. Arise and shine. The light has come upon you. ക്രിസ്തുവിനോടുകൂടി നടക്കുവാനല്ല, ക്രിസ്തുവിന്റെ പേരും ബാനറും പിടിച്ചുകൊണ്ട് ഞാൻ ദൈവപൈതലാണ്, ഞാൻ പാസ്റ്ററമ്മയാണ്, ഞാൻ പാസ്റ്ററപ്പനാണ്, ഞാൻ ദൈവപൈതലാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതാണ്, ഞാൻ ഇവാഞ്ചലിസ്റ്റ് ആണ്, ഞാൻ 10 പേരെ മെസ്സേജ് കൊടുത്തു, ഇതല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് എന്താണെന്നറിയാമോ? നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. റോമലേഖനം മുഴുവനും നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇതിലെഴുതിയിരിക്കുന്നു, നമ്മൾ ദൈവഹിതപ്രകാരം കഷ്ടം അനുഭവിക്കുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെ റോമാലേഖനം 8 വാക്യങ്ങളിൽ പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു. 34 വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുക? കഷ്ടതയോ നഗ്നതയോ പാളോ? കഴുകനെ സേഫ് സോണിൽ നിന്നും എന്തിനാണ് ഇളക്കുന്നത് അമ്മ? കാരണം കഴുകന്റെ സ്വഭാവം പഠിപ്പിക്കുവാനായി അമ്മ ആഗ്രഹിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുകയാണ്. ചിലരുടെയൊക്കെ സേഫ് സോണുകളെ ഇളക്കി ദൈവം പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും അവരുടെ കൺസെപ്റ്റിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കണം. ദിസ് ഇസ് നോട്ട് ദ വിൽ ഓഫ് ഗോഡ്. എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ വിഷയങ്ങളെ ദൈവത്തോട് സമർപ്പിക്കുക. 142 സങ്കീർത്തനം നിങ്ങൾ വായിക്കുക. ദൈവവും നിങ്ങളും. ഈ വചനങ്ങളാൽ നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ